എന്താടാ മക്കളെ, പോകാം. ഒന്ന് വേഗം വാ മക്കളെ. സാവിത്രി, സാവിത്രി, ഒന്ന് വേഗം വാ, നേരെ ഒരുപാടായി. ഒന്ന് വേഗം കയറിക്കേ. നിനക്ക് വെളുപ്പിനെ വന്നൊന്ന് വിളിച്ചുകൂടായിരുന്നു? ഞാനാണെങ്കിൽ പാതിരായി വന്ന് കിടന്നപ്പോ. ഞാൻ ഉറങ്ങിപ്പോയി ശോഭനേട്ടൻ. മതി മതി നിന്റെ ഒരു ഉറക്കം. കയറിക്ക, പോവാ. നടക്കണ മക്കളെ. സാവിത്രി, നീ എപ്പോഴാ വന്നേ, എന്തിനാ വന്നേ, എങ്ങോട്ടാ പോകുന്നേ, ഒന്ന് പറഞ്ഞിട്ട് പോ. എന്നെ ഇങ്ങനെ ഈ വെയിലത്ത് കൊടയം പിടിപ്പിച്ച് ബാഗും കക്ഷത്തിൽ ഒപ്പിച്ച് ഒരുത്തൻ എന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. അങ്ങേരെ എന്നോട് ചോദിക്കും, നീ എന്തിനാ വന്നേ, എപ്പോഴാ വന്നേ, എങ്ങോട്ടാ പോകുന്നേന്ന്. അതിന് സമാധാനം പറഞ്ഞിട്ട് പോ. ഞാൻ താമസിച്ചു പോയി വിളിച്ചേട്ടാ. അല്ലെങ്കിൽ പിന്നെ ഞാനെന്താ പറഞ്ഞേ, നേരത്തെ വന്നു നിന്നോ. സമയത്തായി നോക്ക്. ഇനിയിപ്പോ സമയം നോക്കിയിട്ട് എന്താ കാര്യം? സൂര്യന്റെ നെറുകന്തലയിലെത്തി. നിന്നെ ഇവിടെ പണിക്ക് വിളിക്കുന്നതേ നിന്റെ ഈ ആട്ടവും കുലുക്കവും കാണാനൊന്നും അല്ല, പട്ടിണി കൂടാതെ ജീവിച്ചോട്ടേന്ന് കരുതിയ. ഇനി ഞാൻ താമസിച്ചു വരില്ല. അതാ വേണ്ടത്. നാളെ പോലെ നേരത്തെ ഇനി പോരെ. ഇപ്പൊ ദേ വേലു മൂക്കുന്നതിന് മുമ്പേ തണൽ പറ്റിയങ്ങ് നടന്നോ, സുഖമായിട്ട് വീട്ടിലെത്താം. പൈക്കാം. പിള്ളച്ചേട്ടൻ ജോലിക്ക് നിർത്തുന്നില്ല. വേണ്ട, നീ എവിടെ എവിടെയെങ്കിലും പോയിരിക്കും, നമുക്ക് ഒരുമിച്ച് പോവാം. അതെ, സുരേന്ദ്രൻ കുഞ്ഞ് വന്നു. എടി സുരേന്ദ്രൻ കുഞ്ഞ് വന്നു. ഞാൻ വരുന്നു. എന്താ നാടോ? കാറ് കണ്ടപ്പോഴേ മനസ്സിലായി കുഞ്ഞാണെന്ന്, അതുകൊണ്ടാ ഓടിയത്. അങ്ങനെ ഓടുവൊന്നും വേണ്ട. അല്ല പിന്നെ സാവിത്രി എന്താ എവിടെ നിൽക്കുന്നത്? ജോലി ചെയ്യുന്നില്ലേ? എന്താ സാവിത്രി, സുഖമല്ലേ? ഇന്ന് ജോലി ചെയ്യണ്ടെന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു. എന്താടോ? എന്റെ കുഞ്ഞ് ഇപ്പഴാ ജോലിക്ക് വന്നതെന്ന്. ഉച്ച കയറാൻ സമയം ഇത് കണ്ട സമയം നോക്കി. അത് പിന്നെ അങ്ങനെയല്ലേടോ? അത് ശരി. ചിലപ്പോഴൊക്കെ ഒന്ന് താമസിച്ചൊന്നു വരും. അത് ശരി. അറിവും പരിചയമുള്ളവരോട് ഒരു വിട്ടുവീഴ്ചയൊക്കെ വേണ്ടയോ? അത് വേണം. സാവിത്രിക്ക് വീട്ടിലെന്തെങ്കിലും ജോലി കാണും. സാവിത്രി പോയി പണി ചെല്ലേ. പോയിക്കോ. പിള്ളേ, എന്തോ ഇതുപോലുള്ള പെമ്പിള്ളാരെ വേണം ജോലിക്ക് നിർത്താൻ. ചേച്ചി, നാളെയെങ്കിലും എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. ഈ കീറിയ പാവാടയും ബ്ലൗസ് ഇട്ടുകൊണ്ട് എങ്ങനെയാ? നോക്കട്ടെ, ഇന്ന് എങ്ങനെയെങ്കിലും വാങ്ങിച്ചുതരാം. കപ്പയും ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, എനിക്കിവിടെ തരുമോ? ഞങ്ങൾ പാവങ്ങളാണ്. പാവങ്ങളെ എനിക്കിഷ്ടം, അല്ലേടി? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാവിത്രി? എന്താ പറ. എനിക്കിത്തിരി കാശ് വേണമായിരുന്നു. കൂലി തീർക്കുമ്പോ ഞാൻ കടം വീട്ടിക്കൊള്ളാം. അമ്മ വരുമ്പോ ചോദിക്കാമെന്ന് വിചാരിച്ചതാ. അമ്മ ഇന്ന് വന്നില്ലല്ലോ. അതിന് അമ്മ വരണമെന്നുണ്ടോ? എന്നോട് ചോദിച്ചാ പോരെ. സാവിത്രിക്ക് എത്ര കാശ വേണ്ടത്? ഞാൻ പിള്ളേരോട് പറഞ്ഞേക്കാം. സാവിത്രിക്ക് ആവശ്യമുള്ള കാശ് വെച്ചു. ഞാൻ പറഞ്ഞേ. പ്രമീലേ, പ്രമീലേ, പ്രമീലേ. നാശം. എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അനങ്ങാതെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് മരുന്ന് കുടിക്കാൻ സമയമായി അല്ലേ?
കുറെ നാളായില്ലോ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് സുഖാവും അല്ലേ പ്രേമികളെ? ആ സുഖമാവും, മരുന്ന് കുടിക്കേ. ഇതെവിടെയുണ്ട്? ഇത് എവിടെ ഇടണ്ടെന്ന്? ആ അവിടെ തന്നെ ഇട്ടേക്കൂ. ഇന്നലെ കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞു? ഇന്നലെ രാത്രി ആയിപ്പോയി. രാത്രി ശിവരാമൻ ഇവിടെ വന്നാൽ എന്താ, ആരെങ്കിലും പിടിച്ച് തിന്നു കളയുമോ? ഈ ശിവരാമൻ ഒരു പൊട്ടനാ. പെണ്ണുങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. ഇപ്പൊ ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട വല്ല കാര്യമുണ്ടോ? സുഖമില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടന്നുകൂടെ? ഞാൻ പോട്ടെ, വരട്ടെ. അമ്മേ, ദേ മീൻ ശിവരാമേട്ടൻ വാങ്ങിച്ചെന്നാ. പുറത്തരച്ച് വെക്കാം, അതാ ശിവരാമേട്ടന് ഇഷ്ടം. ഞാൻ മീൻ നന്നാക്കാൻ എന്നിട്ട് കുളിക്കാം. അവളോട് പോയി സുമതി. സുമതി, എടി സുമതിയേ. എന്താ? കുറച്ച് മറവുമല്ലേ എടുത്ത് വറുത്തരച്ചേ. ആ ചേച്ചി മേടിച്ചോ? അയ്യോ ഇല്ലടി, നാളെ ആട്ടെ. വേണ്ട, നാളെയും വേണ്ട, ഒരിക്കലും വേണ്ട. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ ഉള്ളൂ. എന്തായാലും നിന്ന് കിടങ്ങുന്നത് പറഞ്ഞു കേട്ടില്ലേ? കേൾക്കാൻ മനസ്സില്ല. ഇല്ല പോ. ഒരു പാവാടിയും ബ്ലൗസും മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. പാവം. നല്ല ചേച്ചി. അച്ഛാ ഡേ, പുതിയ പാവാടിയും ബ്ലൗസിന് തുണിയാ. ചേച്ചി മേടിച്ചതാ. രൂപ കുറെ ആയിട്ടുണ്ടാവും. കാശൊക്കെ വെറുതെ കളയുക. കൊള്ളാല്ലേ അച്ഛാ? 10-30 രൂപ ആയി കാണും. ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു അത്യാവശ്യം. ആരാ ഒന്ന് സഹായിക്കുക? എടി മറി, മോളോടൊന്ന് പറ. ഒരു 2 rupees. ഇപ്പൊ പറയുന്നില്ല. ആ കാശ് കൊണ്ട് കള്ളു ഷാപ്പിൽ പോകാനല്ലേ? നീ പോടി കൊണ്ട്. നിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായി. എങ്ങനെയോ 2 പിള്ളേരും ഉണ്ടായിപ്പോയി. ഇന്ന് വരെ നീ എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നാക്കെടുത്താ കള്ളൂടിയാൻ കൊള്ളരാത്തവൻ. നീ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെന്നെ വകവയ്ക്കൂ. പൊടി കൊണ്ട്. നീ മാധവിയല്ല, മൂധേവിയാ. എന്താണ് ആകപ്പാടെ ഒരു കശപിശ? ഒന്നുമില്ലടാ മോനെ. ഒരു 2 rupees. കള്ളുടിക്കാൻ സമയമായി. എന്റെ വടക്കുന്നാഥാ, വേറെ പണി വല്ലതും പോയി നോക്കാം. ഒരു നല്ലത്. അപ്പോഴേ തന്റെ ചെലവിലല്ല ഞാൻ കള്ളു കുടിക്കണേ. പോകാൻ പറയട്ടെ. അല്ല, കുറുപ്പേട്ടൻ എന്താ ഇവിടെ? ഞാനൊരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. കുറുപ്പേട്ടൻ്റെ ഒരു തമാശ. തലയിൽ മുണ്ടിട്ട് കയറി ആളറിയില്ലെന്നാണ് എന്റെ വിചാരം. അല്ല എടോ, താൻ കേട്ടിട്ടുണ്ടോ? അമ്പിനോടറിക ശംഭിളി ജനമെഴും പ്രദേശമിരിലമ്പുമായി മുമ്പിലുണ്ടുടനകമ്പടിക്കു ബഹു അമ്പനായ മലരമ്പനും ഉംബ്രകോനുടയ കൊമ്പനാനയുടെ കുംഭവും കനക കുംഭവും കുമ്പിടുന്ന കുജകുംഭമുള്ളവരിൽ മുമ്പു തേടി വിലസും പ്രിയേ
ഡ്രങ്ക് നരകാസ്തി ധൃതി കേട്ടാതരതിനാശ്ചത സത്യാദമ്പും പദംബുതാലികളരുൾ ദേവോ മൃദേവോ. അതിന്റെ അർത്ഥം? കുറുപ്പേട്ടൻ ചൊല്ലിയുടെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്നതല്ലേ? ഉംബ്ര കോൻ. കോൻ കോൻ എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിൽ ആരെ എന്നാണ് അർത്ഥം. അതെ. ഉംബ്രൻ ആരായിരുന്നു? ആരാ? ഉംബ്രകോനുണ്ടായ കൊമ്പനാന 2 ആന ഉണ്ടായിരുന്നു. അയാളുടെ ആനകളാണ് തിരുവമ്പാളിയിലും പാറവേക്കാവിലും എഴുന്നള്ളിച്ചത്. കുംഭവും കനക കുംഭവും നല്ല ഹൊടവേറുണ്ടായിരുന്നു. അമ്പിനോടറിക ശംഭിളി. ശംഭിളി നാഗസ്വര വിദ്വാനായിരുന്നു. ആ ശംഭിളി എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിയിൽ നാഗസ്വരം എന്നർത്ഥം. അങ്ങനെയുള്ള ഉംബ്രന്റെ പെമ്പറന്നവരുടെ പൃഷ്ഠഭാഗം എന്നർത്ഥം. പറ. അതായത് പറയാം, പറഞ്ഞോളൂ. അതായത് അതിന്റെ അർത്ഥം അത് പറയാം. പറയൂ, അർത്ഥം പറയൂ. അതായത് പശ്ചാരേഡ്വജതകൃതോടാധിപതി, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള സ്ത്രീകളുടെ അല്ലല്ലല്ലല്ല, സ്ത്രീകളുടെ പശ്ചാത്തലത്തെ പറ്റിയുള്ള ഒരു വർണ്ണനയാണത്. പശ്ചാത്തലം എന്ന് പറയുന്നത് പിൻഭാഗം. അത് സ്ത്രീകളെ സംബന്ധിക്കുന്നതാവുമ്പോ പശ്ചാത്തലമാണ്. പിന്നെ ഞാൻ ചൊല്ലിയ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ തന്നെ പറയാം. സമയായി, എനിക്ക് ഷാപ്പ് അടക്കണം. ഇറങ്ങി പോകാനുള്ളതല്ല. കണക്കൊക്കെ നാളെ കണക്കൊന്നും പറയാം. ഇങ്ങനെയാണോ നിൽക്കുന്നത്? ആ കയ്യെ നോക്കി പോസ് തന്നെ. ഇങ്ങനെ ഇതാണ് ഭംഗി. ഈ ചിരിയുണ്ടല്ലോ, അത് ചുണ്ടിന്ന് മായാ നിൽക്കണം. റെഡി? ഇത് ഫോട്ടോ എടുക്കുന്ന സാധനമാണല്ലേ? ആ നമ്മുടെ ഒരു ഫോട്ടോ എടുക്ക. അങ്ങോട്ട് മാറിയിക്കടാ. ഓഹോ, അപ്പൊ നീ പെമ്പിള്ളേരെ പടം മാത്രം എടുക്കത്തുള്ളല്ലേ? പൊടി വന്നു. അവള് പോട്ടം പിടിപ്പിക്കാൻ വന്നിരിക്കുന്നു. പൊടി. എടാ, നിനക്ക് പടം പിടിക്കാൻ പറ്റിയ പെമ്പിള്ളേര് ഇവിടെ ഇല്ല. പോടാർന്നു. എന്റെ പൊന്നു കുഞ്ഞെ വഴക്കുണ്ടാക്കില്ലേ, എന്റെ പൊന്നു കുഞ്ഞും ചതിക്കല്ലേ. ഞാൻ ചോദിക്കാം അവനോട്. എടാ, എന്താണാടാ ഇത്? ആ കുഞ്ഞ് ആരാന്നാ നീ വിചാരിച്ച്? അതിന്റെ തന്തയും തള്ളേ അതിന് ഈർക്കിലിരുത്ത് അടിച്ചിട്ടില്ല. അതുകൊണ്ടാ ഇപ്പൊ നാട്ടുകാർ നല്ലേണ്ടി വന്നേ. നാട്ടുകാരനോ? ഏത് നാട്ടുകാരൻ? നീ എവിടത്തെ നാട്ടുകാരനാടാ? വണ്ടിക്കാരൻ. അവരെ നക്കാപ്പിച്ചോണ്ട് കൂടിയാ ഇവിടെ കഞ്ഞി കുടിച്ച് കഴിയണത്. കാണുമ്പോ 2 rupees ചോദിക്കാതെ തരുന്നവനാ. അല്ലെങ്കിൽ എന്തിനാ അവനെ പറഞ്ഞ? നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവന്റെ തന്തയും തള്ളയും നടപ്പതിനും വന്ന് ചത്തപ്പോ നീ അവനെ തീറ്റിപ്പറ്റി വളർത്തിയത്. ഇല്ലെങ്കിൽ അവനെ എവിടെയെങ്കിലും പണി ചത്തോണ്ടേനെ. കരയാതെ നിനക്ക് ഞങ്ങളുണ്ട്. കഴിക്കുവാനേ. എന്താടാ വിളിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഇറങ്ങി പോണോ? ഇതൊക്കെയാണല്ലോ നിന്നെക്കൊണ്ടുള്ള സഹായങ്ങള്. മതിയായി, പൊക്കാണോ? ഞാൻ പോകുന്നു. അയ്യോ പോവല്ലേ, ഇറങ്ങി പോണോ? പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. ഇനി നീ ഈ പണിയും കൂടെ തിരിച്ചു ചവിട്ടരുത്.
അരിയാ അമ്മയ്ക്കൊണ്ട് കൊടു. എനിക്ക് വയ്യ, ചേട്ടൻ തന്നെ കൊണ്ടുകൊടു. വലിയ പിണക്കമാണല്ലേ? കൊടുക്കാനാ പറഞ്ഞു. നീ അടി വാങ്ങിക്കണമായിരിക്കും. പിന്നെ പിന്നെ അടിക്കും ഒരു അടിക്കാരൻ. അല്ലെങ്കിൽ നിന്നത്തല്ല ഞാനാരാ? ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ. എന്താ പറഞ്ഞേ? എന്താ? ഓഹോ, എന്നാ പിന്നെ അടിച്ചിട്ടേ കൊടുക്കൂ. അടിക്ക്. എന്റെ മോളെ, നിങ്ങളെ ആരെങ്കിലും ഞാനിതുവരെ വേദനിപ്പിച്ചിട്ടുണ്ട്? ഒരിക്കലും ഈ ചേട്ടൻ വേദനിപ്പിക്കില്ല. ശിവരാമ, നീ വാ, വന്ന് ചോറിന്. എനിക്ക് വേണ്ട. അതിന് നീ ഞാനായിട്ട് എന്താണ് പിണക്കം? നീ വാടാ. എനിക്ക് നിങ്ങളെ ചോറും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ നീ എന്തിനാ ഞങ്ങൾക്ക് അരി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് തരുന്നത്? നീ കൊണ്ടുവന്നുകൊണ്ടായിരുന്നു അത്താഴം വെച്ചത്. നിനക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട. നീ വന്നത് എടുത്തുകൊണ്ട് പോരും. നാളെ മുതലേ നീ ഇവിടെ ഒരു അടുപ്പ് കൂട്ടിക്കോ. എന്തൊരു വിശപ്പാ അല്ലേ ചേട്ടാ? ശിവരാമേട്ടന് വിശക്കുന്നില്ലേ? ഇല്ല. അതെന്ത് പറ്റി ഇന്നിങ്ങനെ? എന്നും ഇത്രയും മൂക്ക് പുട്ട് തട്ടാറുണ്ടല്ലോ. നീ പോയി വന്നു. എന്റെ അമ്മേ, എനിക്ക് എന്തൊരു വിശപ്പ്. ഉച്ചയ്ക്കും പട്ടിണിയാ. നീ പോയി ഉണ്ണടി. ഉണ്ണാണെങ്കിൽ എല്ലാവർക്കും ഉണ്ണ, ഇല്ല ആർക്കും വേണ്ട. ഞാനും ചേട്ടനും ഇവിടെ പട്ടിണി ഇരിക്കാം. ഒന്ന് നീക്കേ. അമ്മേ, സത്യാഗ്രഹ സമരം 1-ാം ദിവസം. അപ്പൊ ചിരിക്കാൻ അറിയാം അല്ലേ? വാസാറ വാ, ഒന്ന് എണീക്ക്. നമുക്ക് പോയി ഊണ് കഴിക്കാം.